ഈശ്വർ ഈശ്വർ മാൽപെ എന്ന് പറയപ്പെടുന്ന ദ അക്വാമാൻ ഓഫ് കർണാടകയുടെ ജലമനുഷ്യൻ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ദ അക്വാമാൻ ഓഫ് തുളുനാട് എന്നൊക്കെയുള്ള വിളിപ്പേരുകളുള്ള ഈ ദൗത്യത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹം ഒരുപക്ഷെ 100 അടിയൊക്കെ താഴത്തിൽ പോയി മൃതദേഹങ്ങൾ എടുത്ത ചരിത്രമൊക്കെയുള്ള 100 ജീവനുകൾ പ്രാണൻ കാത്ത സംഘമാണ് ഈശ്വർ മാൽപെയും അദ്ദേഹത്തിൻ്റെ 8 ടീമും. ഈശ്വർ മാൽപെ അദ്ദേഹത്തിൻ്റെ 4ാം ശ്രമത്തിൽ ഗംഗാവാലി പുഴയുടെ ആഴങ്ങളിലേക്ക് ഇപ്പോൾ പോവുകയാണ്. ഈ ലോറിക്കടിയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ലോറിക്കടിയിൽ എത്തുമ്പോൾ അവിടെ ലോറിക്കുള്ളിൽ ക്യാബിനുള്ളിൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ഉണ്ടോ എന്നറിയൽ അതിപ്രധാനമാണ്. ആ ചോദ്യം അർജുൻ്റെ വീട്ടുകാർ മാത്രമല്ല, കേരളക്കരെ ഒന്നാകെ ഈ ദിവസങ്ങളിൽ കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഉണ്ടായ ഒരു അനിശ്ചിതത്വം കൂടി 10ാം നാൾ ഈ പറഞ്ഞ ലക്ഷ്മൺ ചായക്കടയിലേക്ക് അർജുൻ കയറിപ്പോയ കണ്ട ദൃക്സാക്ഷി മൊഴിയുണ്ട് എന്നൊക്കെ തരത്തിലുള്ള പ്രചരണം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ആ രീതിയിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുമ്പോൾ അർജുൻ എവിടെ എന്ന ചോദ്യം കൂടുതൽ ദുരൂഹമായി തുടരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ഈ വാഹനത്തിലുള്ള ക്യാബിനിലുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കലാണ് ഈ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ചലഞ്ചിങ് ആണ് ഹാഷ്മി. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, മാൽപേ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള സ്വന്തം റിസ്കിലാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, ഔദ്യോഗിക അനുമതി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ട 2 പേരുകൾ, അത് ഒന്ന് MLA, മറ്റൊന്ന് കളക്ടർ. കാരണം സുരക്ഷ ഒരുക്കണം എന്ന് കൃത്യമായ നിർദ്ദേശം നേവിക്ക് നൽകിയിരിക്കുന്ന, ഔദ്യോഗിക അനുമതി ഇല്ലാതെ തെരച്ചിലിന് ഇറങ്ങിയിരിക്കുകയാണ് മാൽപേ സ്വന്തം റിസ്കിൽ. അദ്ദേഹം പറയുന്നത് പോലെ കാർവാർ MLA അതിന് പൂർണ്ണ പിന്തുണയും നൽകുന്നുണ്ട്. അപ്പോൾ ആ 2 പേരുടെ പേരുകൾ നമ്മൾ എടുത്തു പറയേണ്ടേ ഈ ഒരു ഘട്ടത്തിലെ രക്ഷാദൗത്യത്തെ കുറിച്ച് പറയും. ഉറപ്പായും ഈ കാർവാർ MLA പേര് നമ്മൾ ഒരുപക്ഷെ പറയാനാണ് ഒരുപാടുണ്ട് അനുജ. ഈ കാർവാർ MLA ഈ ദൗത്യത്തിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം മേൽക്കൈയിൽ, അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ സ്വന്തം മേൽനോട്ടത്തിൽ കൊണ്ടുവന്ന ഒരുപാട് ശ്രമങ്ങളെക്കുറിച്ച് വളരെ നേരിട്ടുള്ള അറിവും നേരിട്ടുള്ള ബോധ്യവും ഒക്കെ ഉള്ളതുകൊണ്ട് അക്കാര്യത്തിൽ പറയാനുണ്ട്. മാത്രമല്ല ഈ കളക്ടർ അടക്കം കാർവാർ SP അടക്കമുള്ളവർ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ദൗത്യത്തിലേക്ക് വലിയ പ്രതിബദ്ധതയോടെ നിലയുറപ്പിക്കുന്നതും 24 മണിക്കൂർ 24/7 റൗണ്ട് ദ ക്ലോക്ക് വർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ടതാണ്. ഒരുപക്ഷെ അത് മുഴുവൻ പറയേണ്ട സമയം ഇതാണോ എന്നറിയില്ല. എങ്കിൽ കൂടിയും ഈ ദൗത്യം കഴിയുമ്പോൾ അത് നമുക്ക് പ്രതീക്ഷാഭരമാണെങ്കിലും ഇനി നിരാശാഭരമാണെങ്കിലും ഈ ദൗത്യം കഴിയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ നിൽക്കുന്ന 2 പേരുകൾ, ഒന്ന് ഉറപ്പായും കാർവാർ MLA സതീഷ് കുമാർ സെയിൽ എന്ന് തന്നെയാണ്. 2ാമത്തെ MLA മഞ്ചേശ്വരം MLA AK അഷ്റഫ് MLA എന്ന പേരാണ്. ഉദ്യോഗസ്ഥരുടെ പേരുണ്ടെങ്കിൽ P നാരായണനുടെയും അവിടുത്തെ കളക്ടറുടെയും പേരുകൾ അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അത് നമുക്ക് ഈ ദൗത്യം കഴിയുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായ കാര്യങ്ങൾ തന്നെ പ്രേക്ഷകരോട് പറയാനുണ്ട്. ആ മേഖലയിൽ ആ ദിവസങ്ങളിൽ നിന്ന് അനുഭവത്തിൽ കുറേയധികം കാര്യങ്ങൾ നേർക്കുന്നതിനുള്ള അറിവ് പറയേണ്ടതുണ്ട്. അത് പറയേണ്ട സമയം ഇതാണോ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ദൗത്യം ഇത് 4ാം ദൗത്യത്തിൽ, അല്ലെങ്കിൽ 4ാം ഘട്ട ഡൈവിൽ ഈശ്വർ മാൽപേക്ക് ആ ലോറിക്കടിയിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അനുജ, കാര്യം അസാധ്യമായ ഒഴുക്കെന്ന് പറഞ്ഞാൽ ഇത് അഴിമുഖമാണ്, അർത്ഥത്തിൽ കടലിനോട് ചേരുന്ന ഭാഗമാണ്, ഏതാണ്ട് അഴിമുഖത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. അവിടെ ആഴം കൂടും. സാധാരണഗതിയിൽ 20 അടി 30 അടി എന്ന് പറയുമ്പോൾ 40 അടിയോളം വരെ അവിടെ ഉണ്ട് എന്ന് പറയുന്ന പ്രദേശവാസികളെ നമ്മൾ ഈ ഷിരൂരിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ അടി കൂടുമ്പോഴും ഇത് താഴേക്ക് പോകുമ്പോൾ ഇതിൻ്റെ അടിയൊഴുക്ക് അങ്ങനെ കൂടി കനത്ത് വരും. അപ്പോൾ ഈ ലോറി കിടക്കുന്ന ഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറം അസാധ്യമാവണം നമ്മൾ അടിയൊഴുക്കാണ്. ആ അടിയൊഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് മാൽപേക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിയുമോ എന്ന ചോദ്യമൊക്കെ ആകാംക്ഷയായി നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ, ആശങ്കയായി നിൽക്കുന്ന സമയം കൂടിയാണ്. കാര്യം നമ്മുടെ ആശങ്ക, നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ അവിടെ ഉണ്ടോ എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തുടിക്കുന്ന ഒരു ആശങ്ക തന്നെയാണ്, ഒരു ആകാംക്ഷയും വേദനയും ഒക്കെയാണ്. അതിനൊരു ഉത്തരം ഉണ്ടാവുക എന്നത് ഇപ്പോൾ അത് നമ്മൾ കരുതുന്നത് പോലെയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയാണെങ്കിലും അല്ലെങ്കിലും ആ വിഷയത്തിൽ ഉത്തരമുണ്ടാവുക, അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവുക എന്നുള്ളത് അതിപ്രധാനമാണ്. ഇതല്ലെങ്കിൽ ഈ ആശങ്ക ഇങ്ങനെ നീണ്ടുപോകുന്ന വീട്ടുകാർക്കൊക്കെ ഉണ്ടാക്കുന്ന ട്രോമ എന്ന് പറയുന്ന അത് ചെറുതല്ല. ആ ചോദ്യത്തിന് ഉത്തരമുണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഈ 12 നാളുകൾ നമ്മൾ തിരഞ്ഞത് ആ ഉത്തരത്തിന് വേണ്ടിയാണ്. പോയ 11 നാളുകളിലും ഏറ്റവും ഒടുവിൽ ഈ ദൗത്യസംഘം പറയുന്നത് നമ്മൾ നാളെയും തുടരും, ഇന്ന് പ്രത്യേകിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല കാലാവസ്ഥാ വ്യതിയാനം കാരണം, അല്ലെങ്കിൽ കാലാവസ്ഥ ദുഷ്കരമായത് കാരണം എന്ന് കേട്ട് നിരാശപ്പെട്ട മാധ്യമപ്രവർത്തകരാണ് കേരളമാണ്. ഈ കഴിഞ്ഞ 11 ദിവസങ്ങളിലെങ്കിൽ 12ാം നാൾ ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആകുന്നു. ഒരു 6 മണിയാകുമ്പോഴേക്കും ദൗത്യസംഘം വീണ്ടും എത്തും. മാധ്യമങ്ങളെ കാണുമ്പോൾ അതിൽ കാർവാർ MLAയും നമ്മുടെ MLAമാരും അവിടുത്തെ DC അവിടുത്തെ കളക്ടറും കാർവാർ SPയും ഒക്കെ ഉണ്ടാകും. അവർക്കിന്ന് ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയ കാര്യങ്ങൾ പറയാൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇന്നത്തെ ആകാംക്ഷ.
എന്തായാലും അതാ അസാധ്യമായ അനുഭവപരിചയമുള്ളവരാണ് ഈശ്വർ മാൽപേ സംഘം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരുപാട് ഇത്തരം എക്സ്പീരിയൻസിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ അടിയൊഴുക്കുള്ള നദികളിലൊക്കെ പോയി രക്ഷപ്പെടുത്തിയിട്ടുള്ള സംഘം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ റിസ്ക് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് ധൈര്യപൂർവ്വം ഈശ്വർ മാൽപേ പറയുന്നത്. അതുകൊണ്ടാണ് എന്താണ് ഈ 6.8 നോട്ട്സ് എന്ന് പറയുന്ന അടിയൊഴുക്ക് അങ്ങേയറ്റത്തെ അടിയൊഴുക്കാണ്. ആ അടിയൊഴുക്കിൽ ആർക്കും നീന്താൻ കഴിയില്ല എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകാൻ കഴിയില്ല എന്നൊരു ഒരു സിസ്റ്റത്തിന് അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ കാർവാർ MLA അടക്കമുള്ളവർ നട്ടലായി നിന്നുകൊണ്ട് ആ ദൗത്യം മുന്നോട്ടേക്ക് പോകുമെന്ന് ധൈര്യം നൽകുന്നു, കരുത്ത് നൽകുന്നു. ഇനി ഈശ്വർ മാൽപേയും സംഘവും അവിടെ ഇറങ്ങാൻ ആരും അനുമതി നൽകിയില്ലെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാൻ അവർ അനുമതി കാത്തു നിൽക്കാത്തവരാണ്, അല്ലെങ്കിൽ അനുമതി കാത്തു നിൽക്കാൻ അതിനുള്ള സമയം ഇപ്പോൾ ഇല്ലാത്തവരാണ്. അപ്പോൾ അവർ അങ്ങോട്ടേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. സ്വന്തം റിസ്കിലാണ് ഇങ്ങനെ ഒരു ഡൈവിങ്ങിന് ഇപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുള്ള ആ മേഖലയിൽ എന്നത് അദ്ദേഹം നേരത്തെ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ എങ്ങനെയാണ് ഏറ്റവും ഒടുവിലായി രക്ഷാദൗത്യം പുരോഗമിക്കുന്നത് എന്നതിലേക്ക് കൂടി പോകാം. ഷഫീദ് റാവുത്തർ ഒരിക്കൽ കൂടിയുണ്ട്. ഷഫീദ്, ഇപ്പോൾ 3 മുങ്ങൽ വിദഗ്ധരാണ് ഈശ്വർ മാൽപേക്കൊപ്പം ഉള്ളത്. നേരത്തെ നമ്മൾ കണ്ടതാണ് വടം വിട്ടുപോകുന്നു, അദ്ദേഹം പുഴയിൽ അകപ്പെടുന്നു ഒക്കെ. അപ്പോൾ ഈ 4ാം ഘട്ട ഡൈവിംഗ് ആണല്ലോ പുരോഗമിക്കുന്നത്. അതിൽ എന്തെങ്കിലും തരത്തിൽ പ്രത്യേകിച്ച് കൂടുതൽ സുരക്ഷയോടെയാണോ അദ്ദേഹം ഇറങ്ങിയിട്ടുള്ളത്? രണ്ട് തരത്തിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഒന്ന് ദേഹത്തോട് ചേർത്ത് ഘടിപ്പിച്ചിരിക്കുന്ന പടം, രണ്ടാമത്തേതാകട്ടെ ഈ പുഴയ്ക്ക് കുറച്ച് താഴെ നേവി സംഘത്തിലെ 2 ഡിങ്കി ബോട്ടുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിൽ ഒരു അപകട സൂചന ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും നേവി ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം നടത്തും എന്നുള്ളതാണ്. പക്ഷേ അവർ ഔദ്യോഗിക അനുമതി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുമില്ല. അവരുടെ ടെക്നിക്കൽ പ്രോസസ്സിംഗ് ആണ്, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള കാര്യം മാത്രമാണ്. ഇപ്പോൾ ഈ 4ാം ഘട്ട തിരച്ചിൽ അത് ഈ പുഴയിൽ തുടരുകയാണ്, ഗംഗാവാലി നദിയിൽ നടക്കുകയാണ്. അടിയൊഴുക്കുണ്ട്, നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. കാര്യം 6.8 നോട്ട് അതാണ് ഔദ്യോഗികമായി നൽകുന്ന കണക്ക്. അതിനെപ്പോലും വകവയ്ക്കാതെയാണ് ഈശ്വർ മാൽപേ ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്നത്. അത് വലിയ തരത്തിൽ നമ്മളെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. 2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഇനിയിപ്പോൾ ഈ രീതിയിൽ ഈ തിരച്ചിൽ തുടങ്ങി വൈകുന്നേരമാകുന്നു, ഏതെങ്കിലും തരത്തിൽ മഴ സാഹചര്യം ഉണ്ടായാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, നേവി ചില ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ ടഗ് ബോട്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കുക, അതിനെക്കുറിച്ചും വളരെ ഊർജിതമായിട്ടുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. നമ്മൾ ഈ കേരളത്തിൽ എത്തിയ മന്ത്രിമാരോട് സംസാരിക്കുമ്പോഴും അവരും അക്കാര്യത്തിൽ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഈ ടഗ് ബോട്ടുകളൊക്കെ എത്തിയാൽ ഒരു പക്ഷേ കുറച്ചുകൂടി സേഫ്റ്റിയിൽ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷേ ഈശ്വർ മാൽപേ അതൊന്നും ഇപ്പോൾ കാര്യമായി എടുക്കുന്നില്ല. അദ്ദേഹം വന്ന കാര്യം കൃത്യമായി ചെയ്യുന്നു. അദ്ദേഹത്തെ ഈ റെസ്ക്യൂ ഏൽപ്പിച്ചിരിക്കുന്നത് കാർവാർ ജില്ലാ ഭരണകൂടവും അതേപോലെ കാർവാർ MLAയും കാർവാർ SP ഒക്കെയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഏത് വിധേനയും ഇത് നടത്തും, ഇത് നടത്തിയെടുക്കാൻ കഴിയുന്നതാണ്. ഇതിനേക്കാൾ ദുഷ്കരമായിട്ടുള്ള ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇപ്പോൾ നേരിടുന്ന ഈ വെല്ലുവിളികൾ അതിനെ ചലഞ്ച് ചെയ്യുക, അത് മാത്രമാണ് അവർക്ക് മുൻപുള്ള ഏക ലക്ഷ്യം. അനുജ, ഹാഷ്മി, അതാണ്. അതെ, 4ാം ഘട്ട ഡൈവിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളോടെ നേവിയുടെയൊക്കെ സഹായത്തോടെയാണ് പ്രേക്ഷകർ കാണുന്നത്. കാർവാർ MLA ഈശ്വർ മാൽപേയോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ്. സതീഷ് കൃഷ്ണ സെയിൽ എല്ലാവിധ ഉറപ്പുകളും നൽകുകയാണ്, എല്ലാവിധ ധൈര്യങ്ങളും നൽകുകയാണ്. അഭിവാദ്യം ചെയ്തുകൊണ്ട്, പ്രത്യഭിവാദം ചെയ്തുകൊണ്ട് ഈശ്വർ മാൽപേയെ അടുത്ത ഘട്ട ഡൈവിംഗിലേക്ക് ആശീർവദിച്ചയക്കുന്ന MLA സതീഷ് കൃഷ്ണ സെയിലിനെ പ്രേക്ഷകർ കാണുകയാണ്. ഈ സതീഷ് കൃഷ്ണ സെയിൽ ഈ ഒരു ഘട്ടം കഴിയുമ്പോൾ മുതൽ അവിടുത്തെ മലയാളികൾക്കൊപ്പം അവിടുത്തെ മാധ്യമപ്രവർത്തകർക്കൊപ്പം അടിയുറച്ചു നിന്ന എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി ഏതെങ്കിലും തരത്തിൽ കാപട്യങ്ങളില്ലാതെ, ഏതെങ്കിലും തരത്തിൽ കാട്ടിക്കൂട്ടലുകളല്ലാതെ 24/7 അടിയുറച്ചു നിന്ന, ഏത് കാര്യങ്ങളും വളരെ ലെജിബിളായ കാര്യങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞു നൽകുന്ന, ഏതെങ്കിലും തരത്തിൽ രഹസ്യങ്ങൾ മറച്ചുവെക്കാത്ത, ഏതെങ്കിലും തരത്തിൽ മുന്നിട്ടിറങ്ങുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത അവിടുത്തെ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ ഈ ദൗത്യത്തിന് നായകനാകുന്നു എന്ന് ഉറപ്പായും പറയാം. 12 നാളിന് ശിരൂർ ദൗത്യത്തിൽ സെയിൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്ന ഓരോ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ തന്നെ എക്സ്കവേറ്റർ വരുന്നതും, അദ്ദേഹത്തെ മുൻകൈയിൽ തന്നെ ഈ പോണ്ടൂൺ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കും, അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ തന്നെ പല ആലോചനകൾ ബദലായി അദ്ദേഹം തന്നെ നടത്തുന്നതുമൊക്കെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നേർക്കുനേർ കാണുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ കാർവാർ MLAക്ക് നമ്മളോട് എന്താണ് കേരളം എന്നുള്ള അർത്ഥത്തിൽ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ സ്നേഹം എന്നൊക്കെയുള്ള ആലോചന നമുക്ക് അവിടെ നിന്ന് തോന്നി ആദ്യ ദിവസങ്ങളിലാണ്. പിന്നീട് എല്ലാവരും ജില്ലാ ഭരണകൂടവും കേരളവും സംസ്ഥാനവും ഒക്കെ ഒത്തുചേർന്ന് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈശ്വർ മാൽപേ അടുത്ത ഘട്ട ഡൈവിലേക്ക് പോവുകയാണ്. പുഴയുടെ ആഴത്തിലേക്ക് ഇറങ്ങലാണ് ലക്ഷ്യം. പുഴയുടെ ആഴത്തിൽ പോയി ആ ലോറിയിൽ നമ്മുടെ അർജുൻ ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഈ 4ാം ഘട്ട ഡൈവിന്റെ അല്ലെങ്കിൽ 3 ട്രയലുകൾ കഴിഞ്ഞ റിയൽ ഓപ്പറേഷന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? ഓക്കെ, അതാ 4ാം ഘട്ട ഡൈവിൽ തന്നെയാണ് ഈശ്വർ മാൽപേ. അത് അത്ര എളുപ്പമാണെന്ന് പ്രേക്ഷകർ കരുതരുത്.
ആരും കരുതരുത് എന്ന് പറഞ്ഞാൽ ഈ പുഴയുടെ ആഴം ഓരോ ഇഞ്ച് കഴിയും തോറും ഇരട്ടി വേഗതയിൽ കുത്തൊഴുക്ക് കൂടി വരുന്ന ഒരു പുഴയാണ് ആ പുഴ. അതുകൊണ്ടാണ് ഔദ്യോഗിക അനുമതി നൽകാൻ കഴിയില്ല എന്ന് ജില്ലാ ഭരണകൂടം തീരുമാനമെടുക്കുന്നത്. ഒരു കളക്ടർക്ക് ആ രീതിയിൽ മാത്രം തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് സിസ്റ്റത്തിന് ആലോചിക്കുക വയ്യ. അഥവാ അങ്ങനെ ആലോചിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അതിനുള്ള ഇച്ഛാശക്തി സിസ്റ്റത്തിനില്ല എന്ന് വേണമെങ്കിൽ കൂടി പറയാം. പക്ഷേ എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്തമാണ്, ഒരു മനുഷ്യജീവന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ ഉത്തരവാദിത്തമല്ല, അത് ചെറിയ ഭാരമല്ല. ആ ഭാരം ഏറ്റെടുക്കുകയാണ് കാർവാർ MLA സതീഷ് മിശ്രയിൽ. അത് എന്തുകൊണ്ടാണ്? അത് ഈശ്വർ മാൽപേ സംഘത്തിലുള്ള അങ്ങേയറ്റത്തെ വിശ്വാസം കൊണ്ടാണ്. അവർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പലയാവർത്തി നടത്തിയിട്ടുള്ളവരാണ്, പലയാവർത്തി വിജയിച്ചവരാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. നൂറുകണക്കിന് മനുഷ്യരെ ഇത്തരത്തിൽ ജലാശയങ്ങളുടെ ആഴക്കയങ്ങളിൽ നിന്ന് ജീവിതത്തിലേക്ക് കരകയറ്റിയ ആളാണ് ഈശ്വർ മാൽപേ സംഘം എന്നറിയുന്നത് കൊണ്ടാണ്. ഒരുപാട് ദൗത്യപരിചയമുള്ളത് കൊണ്ടാണ് കാർവാർ MLAയുടെ അടക്കം നേതൃത്വത്തിൽ ഈശ്വർ മാൽപേ സംഘം അങ്ങോട്ടേക്ക് എത്തുന്നത്.